നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വെച്ച് എനിക്കൊരു കുറച്ച് വോയിസ് മെസ്സേജുകൾ വിട്ടിരുന്നു. അതിൽ പകുതി കരച്ചിലായതുകൊണ്ട് ഞാനതിവിടെ ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വല്ലാതെ ഏകാന്തതയായി പോകുന്നു, തളർന്ന തരിപ്പണമായി നിൽക്കുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു, ഭർത്താവ് കൂടെയില്ല, ബന്ധുക്കൾ ഒത്തിരി പോരുകുത്തുന്നു. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, തകർന്ന തരിപ്പണമായി പോകുന്നു, എന്നാ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിൽ നിന്ന് മോചനം കിട്ടും, അതാണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ശരിയാണ്, കരുതലും സ്നേഹവും പ്രചോദനവും പ്രതീക്ഷയും എല്ലാം ചേർന്നൊരു വാക്കുണ്ട്. ഏറ്റവും തകർന്ന തരിപ്പണമായി നമ്മൾ നിൽക്കുന്ന ഒരു സമയത്ത് ചിലരെങ്കിലും നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഒരാളുണ്ടാകുക എന്നുള്ളത്, കൂടെയുണ്ട് എന്നുള്ളൊരു വാക്ക്. തകർന്ന് നിൽക്കുമ്പോൾ ആ വാക്കിനോളം ശക്തി പകരാൻ വേറെ ഒന്നിനും പറ്റത്തില്ല, അല്ലേ? അങ്ങനെ നമ്മളോട് പറയാൻ പ്രിയപ്പെട്ട ഒരാളില്ലാതെയാകുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും അങ്ങനെയൊന്നും നമ്മളോട് പറയാനില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും തകർന്നു പോകുന്ന ഒരവസ്ഥ തന്നെയാണ്. ഈ കൊച്ചിനും അതേ അവസ്ഥ തന്നെയാണ്. അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാകും. പക്ഷേ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കുകയുള്ളൂ. അപ്പോഴാണ് സ്വന്തമായൊരു പ്രതിരോധം നമ്മളെ തന്നെ രൂപപ്പെടുന്നത്. അത്തരം ഒരു ഉൾക്കരുത്ത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആരുടച്ചാലും തകരാത്ത ഒരു ജീവിതം സ്വയമായി നമുക്ക് രൂപപ്പെട്ടിരിക്കും. ബന്ധുക്കൾ കുറ്റം പറഞ്ഞോട്ടെ, ആര് വേണേലും എന്ത് വേണേ പറഞ്ഞോട്ടെ, നമ്മളെ ഒന്നും ബാധിക്കാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ ഒരു ഉൾക്കരുത്ത് നേടുന്നത് വരെ നമ്മൾ തകർന്നു പോയി, തളർന്നു പോയി, ഒറ്റപ്പെട്ടു പോയി എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ വിരളി പിടിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ ഈ കൊച്ചിനെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആ കൊച്ചു ഒറ്റയ്ക്കല്ല, എന്നെപ്പോലെ നമ്മളെപ്പോലെ ഒത്തിരി പേര് ആ കുട്ടിയുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളീ പലരും പേടിക്കുന്ന, ഒത്തിരി വെറുക്കുന്നൊരു വാക്കാണല്ലേ ഏകാന്തത. വല്ലാതെ ഏകാന്തത തോന്നുന്നു ചേച്ചി എന്നാണ് ആ കൊച്ചിപ്പോൾ പറഞ്ഞേക്കണേ. ആദ്യമായി അനുഭവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങ് തകർന്നു പോകുന്ന പോലെ തോന്നും. പിന്നെ ആ ഒരു ഏകാന്തത നമ്മൾ തന്നെ ആസ്വദിച്ച് തുടങ്ങും. പിന്നെ സ്വയം ആസ്വദിക്കുന്ന ആ ഏകാന്തതയുണ്ടല്ലോ, അതിന് മറ്റൊന്നിനും നൽകാൻ പറ്റാത്ത വിധത്തിൽ ഒരു പ്രത്യേക ലഹരി തന്നെ ഉണ്ടാവും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോയി എന്ന് വേവലാതി വേണ്ട. നമുക്ക് സ്വയം ശക്തി ആർജിക്കാനൊരു ടൈം വേണം. ആ ടൈമിനുള്ളിൽ എല്ലാം ഓക്കെ ആകും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. എല്ലാം ഓക്കെ ആകണമല്ലോ, അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് തകർത്ത് കളയാനുള്ളതല്ലല്ലോ നമ്മുടെ ജീവിതം. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പം രാവിലെ ഇന്നലത്തെ വാക്കിപ്പുട്ടാണ് കേട്ടോ അതുണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ മേടിച്ച് നമ്മുടെ ബണ്ണില്ല, തേങ്ങയും പിന്നെ എന്താ മുന്തിരിയൊക്കെ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ബണ്ണാണുള്ളത് അത്. അപ്പം അതിൻ്റെ കുറച്ചുണ്ട്, അതിലൊരു കഷ്ണം നിന്നുള്ളൂ, ബാക്കി അവിടെ വെക്കും. എന്നിട്ട് ചായയും കുടിക്കണം, പിന്നെ ടാബൊക്കെ കഴിക്കണം. ടാബ് കഴിക്കുന്നതുകൊണ്ട് അതൊന്ന് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട് അവർ, അതുകൊണ്ട് അതൊന്ന് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ എന്നാലും എനിക്ക് ഇന്ന് കുക്ക് ചെയ്ത് വെക്കാതിരിക്കാൻ പറ്റില്ല. 2 ദിവസത്തേനുള്ള ഒത്തിരി റിപ്ലൈ കൊടുക്കാനുണ്ട്, ഒത്തിരി സാധനങ്ങൾ നമുക്കിനി പാക്ക് ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ അയക്കുന്നില്ല, ഇന്ന് ഞാൻ കുറച്ച് ടയേർഡ്, പിന്നെ അയക്കുന്നില്ല. നാളത്തേനൊക്കെ ആയിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം, ലിസ്റ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ കുറേ ജോലികളുണ്ട്. ആ കൂടെ 2 ദിവസത്തേനുള്ളതെങ്കിലും കുക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ഒത്തിരി പ്ലാനുകളുണ്ട് ഇന്ന് എനിക്ക്. അപ്പം ഞാൻ രാവിലെ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. ഇത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. മൊത്തം കാർബോഹൈഡ്രേറ്റും മധുരവും ഒക്കെ തന്നെ. എന്നാലും ഓക്കെ, അതുകൊണ്ട് കുറച്ച് കഴിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് നാളത്തേന് എനിക്ക് മില്ലറ്റ്സ് വെള്ളത്തിലിടണം. അത് ഞാൻ കാണിച്ചു തരാൻ, ഷൂട്ട് ചെയ്യാൻ നോക്കണം. അത്രയും ഗുണമുള്ളതാണ് മില്ലറ്റ്സ്. അതുകൊണ്ട് എന്തായാലും മേടിക്കണം. ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്കൊന്ന് ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് കഴിക്കേണ്ട. ഇപ്പോൾ 1 കിലോ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു 3 കിലോ പച്ചരിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കുറേ നാളത്തേനുണ്ടാവും അത്. അങ്ങനെ അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാനത് വെള്ളത്തിലിടുമ്പോൾ പറയാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇന്ന് ചെറുതായിട്ടൊരു മഴയൊക്കെ മാറിയിട്ടൊരു ചെറിയ വെയിലൊക്കെ പുറത്ത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസം. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് പുറത്ത് പോയിരുന്ന് അരിയാൻ ഓർക്കുക. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പ്രത്യേക റൈസ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ഒരു എന്താ പറയുക, മന്തി റൈസിൻ്റെ ഒക്കെ രീതിയിൽ ഒരു ഫ്രൂട്ട്സ് ഒക്കെ കൂടി ഇട്ടിട്ട് ഒരു റൈസ് ഉണ്ടാക്കാറുണ്ട് ഞാൻ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് റെഡിയാക്കണം. പിന്നെ ആ കൂടെ ബീഫാണ് ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ബീഫ് ബിരിയാണീൻ്റെ ഒരു ബീഫ് പോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ട് മന്തി റൈസും ഈ ഒരു ബീഫും കൂടി കഴിച്ചിട്ടുണ്ട്. സ്വന്തം തെറ്റ് ഒരിക്കലും സമ്മതിക്കാതെ എല്ലാം നിൻ്റെ തെറ്റ്, നീ കാരണം എന്ന് പറയുന്ന, അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, ബന്ധുക്കളായിട്ടുള്ള ചില ആളുകൾ നമ്മുടെ ചുറ്റും ഒത്തിരി ഉണ്ടാവും അല്ലേ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ ഏറ്റവും ഡീപ്പായിരുന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ഒരിക്കൽ ചിന്തിച്ചിരുന്നവർ തന്നെ ആയിരിക്കും ആ ഒരു ഗണത്തിൽപ്പെടുന്ന കൂടുതൽ പേരും. അങ്ങനെയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നമ്മുടെ മാനസികാരോഗ്യത്തിന് എപ്പോഴും നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഈ ഒരു പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കണം. ഇന്നലത്തെ നമ്മൾ നൂഡിൽസ് കഴിച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം, അത് ഫ്രൈ ചെയ്യാൻ വെക്കണം. പിന്നെ എനിക്ക് മീൻ കറി വെക്കാനുണ്ട്. കൂടെ തന്നെ നമുക്ക് മന്തി റൈസും അതുപോലെ തന്നെ ബീഫ് കറിയും വെക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. എന്നിട്ട് നമുക്കെല്ലാം അരിഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാം.
ഒത്തിരി ജോലികളൊക്കെ ഉള്ള ദിവസങ്ങളിൽ വയ്യാത്ത ചില ദിവസങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. ഒരു ഉള്ളിലൊക്കെ ഒരു പനി പോലെ, ഭയങ്കര ശ്വാസം മുട്ട് പോലെ, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ പോലെ കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു പോകും കേട്ടോ. പക്ഷെ എന്നെ ഇവിടെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല. ജോ പണ്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജോ ഇവിടെ ഇല്ല, നാട്ടിൽ പോയേക്കാണ്. എന്നാൽ പോലും ഇവിടെ ഉണ്ടെങ്കിലും ജോ ഇപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യത്തില്ല. പണ്ടൊക്കെ എനിക്ക് പാത്രം കഴുകി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജോ ഒന്നിനും ഹെൽപ്പ് ചെയ്യാതെ ആയിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ എക്സ്ക്യൂസ് പറയും. ഈ വാഷ് ബേസിന് ഒത്തിരി താഴെയാണ്, ഇവിടെ നിന്ന് കഴുകാൻ പറ്റത്തില്ല, നിനക്ക് പൊക്കം കുറവായതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് ഒത്തിരി പൊക്കമായതുകൊണ്ട് അവിടെ നിന്ന് നടുവേദന എടുക്കുന്നു, അങ്ങനെ കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് ഒന്നിനൊന്നിനും ഹെൽപ്പ് ചെയ്യാത്ത ഒരു രീതിയിലേക്ക് ജോ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ അശ്വിനെ എനിക്ക് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ നമ്മുടെ പ്ലേറ്റുകളും പാത്രങ്ങളും ഒക്കെ ഒത്തിരി വിലയുള്ള പാത്രങ്ങളാണ്. അതിപ്പം ഒരെണ്ണത്തിന് തന്നെ 800-900 രൂപ ഈ പ്ലേറ്റിനൊക്കെ അങ്ങനെ റേറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. ഒട്ടും ശ്രദ്ധയില്ലാതെ കഴുകത്തുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ പാത്രങ്ങൾ കഴുകുന്നതാണ് ഏറ്റവും സേഫ്. ജോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ അങ്ങനെ കഴുകി തരുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ഇങ്ങനത്തെ ജോലികളെല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ അല്ലാതെ ഉള്ള ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെയാണ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്നാണെങ്കിലും കിട്ടാൻ ഉള്ളൂ. പിന്നെ ഒഫീഷ്യൽ കാര്യങ്ങളിലൊക്കെ മാത്രമാണ് അവന് കമ്പ്യൂട്ടർ സംബന്ധമായ നമ്മുടെ ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെയാണ് അവൻ്റെ ഹെൽപ്പ് എനിക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം. ഇവിടെ വന്നുകൊണ്ടിരുന്ന അമൃത എന്ന് പറയുന്ന കൊച്ച്, അവൾക്ക് മറ്റൊരു ജോലി കിട്ടിപ്പോയി. മാത്രമല്ല ബാക്കിയുള്ള സമയങ്ങളിൽ ആ കൊച്ചി ഇവിടെ വരുമായിരുന്നു. പക്ഷേ അത് മുടക്കാൻ വേണ്ടിയിട്ട് കുറച്ചല്ല ഒരാൾ, ഈ നമ്മുടെ ഇവിടെ ടൗണിൽ തന്നെ ഓട്ടോ ഓടിക്കുന്ന ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് പാര വെക്കാൻ തുടങ്ങി. അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അവളോട് വിളിച്ച് പറഞ്ഞു, നിനക്ക് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലി ഉള്ളത് കൊണ്ട്, ഗവൺമെൻറ് മീൻസ് അവളൊരു പ്രൊമോട്ടറായിട്ട് ജസ്റ്റ് താൽക്കാലികമായിട്ട് കിട്ടിയേക്കണേ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര അസൂയ നിറഞ്ഞ ഒരു മനുഷ്യൻ കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ചുറ്റും നമ്മൾ നല്ലവരെന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡബിൾ മൈൻഡുള്ള മനുഷ്യർ. അപ്പോൾ നമ്മളെല്ലാവരെയും കരുതിയിരിക്കുക എന്നുള്ളതാണ്. അവൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം പറഞ്ഞ് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യണം എന്ന് ഓർത്തിരിക്കുകയാണ്. ഒരു പാവം കൊച്ചാണ് അമൃത എന്ന് പറയുന്നത്. അവൾക്കൊരു കുറച്ച് പൈസ ഇവിടെ കൂടി വരുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതും കൂടി അതിനെ പേടിപ്പിച്ച് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ എനിവേ പഞ്ചായത്ത് മെമ്പറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെതിരെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് തന്നെ ഓർത്തിരിക്കുകയാണ്. ഇത്തരം വിഷം നിറഞ്ഞവരോട് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടവരോട് നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ വേണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇത് നമ്മുടെ തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അതിനും പിന്നെ കുറച്ച് ചട്നി പോലെ ആക്കാനുണ്ട്, ചമ്മന്തി അതുണ്ടാക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ അശുകൊച്ചിന് ഞാൻ രാവിലെ ബനാന പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ രാവിലെ അങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല, പുട്ടും ഇതൊന്നും. അപ്പോൾ ബനാന പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കും. പിന്നെ നമ്മുടെ ചായ ഉണ്ടല്ലോ. പിന്നെ ഇതിപ്പോൾ അടവ് എന്ന് പറയുന്ന മീൻ, ഇത് ഉച്ചത്തേന് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരത്തേനാണ് ഞാൻ റൈസ് ആക്കുള്ളൂ. ഫ്രൈ ആക്കണം, പിന്നെ മീൻ കറിയും കൂടി വെച്ച് വെക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ ചോറ് തന്നെ ഉണ്ണും. ഡിന്നറാണ് നമ്മൾ സ്പെഷ്യൽ. ഞാൻ പറമ്പിൽ നിന്ന് കുറച്ചധികം ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെയുള്ള പാത്രങ്ങളാക്കി വെക്കും. ഇത് ഫുഡ് ഗ്രേഡാണ് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും. അങ്ങനെ ഇതിൻ്റെ അടിയിലേക്കൊരു തട്ടുപൊടിയുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഊർന്ന് പോയിക്കോളൂ. അപ്പോൾ സേഫ് ആയിട്ടിരുന്നോളൂ. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മീനിലേക്ക് ഞാൻ ചേർത്തേക്കുന്ന സംഗതി പറയാം. ഒന്ന് വിനാഗിരി കേട്ടോ, കുറച്ച് വിനാഗിരി ഒഴിക്കും. ഇനി കുറച്ച് ഉപ്പുനീരും കൂടി ഒഴിക്കണം. ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയാരി നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചേക്കണേ. അത് കുറച്ച് കറിയൊക്കെ വെക്കുന്ന തലേദിവസം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ ഇത് കുറച്ച് ഉലുവാപ്പൊടി, ഇത് നമ്മുടെ കുരുമുളക് പൊടി, നമ്മുടെ തന്നെ കുരുമുളകാണ് ഇത്, മുളക്, ഇത് മഞ്ഞൾ, നമ്മുടെ തന്നെ ശുദ്ധമായ മഞ്ഞൾ പൊടിച്ചാണ്, കുർക്കുമിൻ മഞ്ഞളാണ്, മുളക് പൊടിയുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണ്ടവർ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. ഒറിജിനൽ മഞ്ഞളാണ്, യൂസ്ഫുള്ളാണ്. നമ്മൾ മായം ചേർന്ന് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അത് ഞാൻ ഈ വേനക്ക് തുടങ്ങും. ഉടനെ തന്നെ സ്പൈസസ് ഞാൻ തുടങ്ങാൻ പ്ലാനുണ്ട്. ഗരം മസാലയും സാമ്പാർ പൊടിയും ചുമന്ന മുളക് പൊടിയും പിന്നെ പെപ്പർ പൗഡറും തുടങ്ങാനാണ് പ്ലാന്. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഉപ്പൊക്കെ നമ്മൾ എപ്പോഴും ഭരണികളിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്ലെയിൻ സോൾട്ടാണ് ഞാൻ അധികവും ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കും. ഇന്ന് വെക്കാൻ സമയമില്ല. ഇങ്ങനെ മിക്സ് ചെയ്ത് തലേദിവസം തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഡയറക്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുവാണ്. എന്നാലും നമ്മൾ എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പം നമുക്ക് നേരെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും. ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിലാണ് ഞാൻ എല്ലാം ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരിക്കലും നമ്മൾ കുക്കിങ്ങിന് മറ്റു ഓയിലുകളും മേടിക്കാതെ വെളിച്ചെണ്ണ തന്നെ നമ്മൾ തന്നെ ആട്ടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഞാൻ സെയിൽ തുടങ്ങും കേട്ടോ. കുറച്ച് വെയിലായിക്കോട്ടെ. ഇപ്പം ഇല്ല. മീനപ്പം ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചൂടായ എണ്ണയിലേക്ക് എടുത്തിടാം. എപ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ ഒരു ടൈം നമ്മളങ്ങ് മേടിച്ച് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫ് തീർന്നിട്ട് അടുത്ത തലമുറയ്ക്കും കൂടി കൊടുത്തിട്ട് പോകാം. അത്രയും നല്ലതാണ്. കാസ്റ്റ് അയണിൻ്റെയോ അല്ലെങ്കിൽ അയണിൻ്റെയോ ഒക്കെ ഇരുമ്പുകൾ തന്നെ, ഇരുമ്പ് ചീനിച്ചട്ടികളും ഫ്രൈ പാനുകളും അങ്ങനത്തെ മൺകലങ്ങളും അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്. മാക്സിമം ബാക്കിയുള്ള ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒഴിവാക്കി കൊണ്ടുവരികയാണ് ഞാനത്. എന്നാലും പരിപൂർണ്ണമായിട്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാക്സിമം ഞാനങ്ങനെ കുറച്ച്
വെച്ച് കൊണ്ടുവരുവാണ്. മിനിറ്റ് നല്ല തീ വെക്കും, എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് സിമ്മാക്കി ഇടും കേട്ടോ. അങ്ങനെ സ്ലോ കുക്കിംഗ് ആണ് എപ്പോഴും ഏത് ഫുഡാണെങ്കിലും നല്ലത്. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് തീ കൂട്ടി വെക്കും. എണ്ണയൊക്കെ എല്ലായിടത്തോട്ടും എത്തണ്ട. പിന്നെ സ്ലോ ആക്കി വെക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഓഫാക്കിയിടും. എന്നിട്ട് ഒന്ന് ജസ്റ്റ് തണുക്കുമ്പോഴാണ് മറിച്ചിടുക. അപ്പം നമ്മൾ പൊട്ടിപ്പോകാതെ നമുക്ക് മീനും മറിച്ചിടാൻ പറ്റും. ഇനി നമുക്കൊരു സാമ്പാർ വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വെജിറ്റബിൾ ഫ്രൂട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടത് എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ളത് മീൻ കറി വെക്കണം. അതിനെല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തു. നമുക്ക് കുറച്ചൊരു വെയിൽ തെളിഞ്ഞ പോലെയുണ്ട്. മഴയൊക്കെ മാറിയതിൻ്റെ ഒരു ആശ്വാസം. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. ഇങ്ങനെ ഒരു ഇളം വെയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമ. ഓഗസ്റ്റിലെ ഓണമൊക്കെ വരാനായിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായ പഴയ ഒരു സമയത്തിൻ്റെ പോലെ. പക്ഷേ നമ്മുടെ മുമ്പിൽ പണ്ടത്തെ ഒരു ചിത്രമുണ്ട്. ഇതുപോലെ ഓക്കെ ആയിട്ട് നിന്നിട്ട് പിന്നെ പെരുമഴ വീണ്ടും തുടങ്ങിയ ഒരു കാലമുണ്ട്, പ്രളയം സംഭവിച്ച വർഷം. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ചെറിയ ഭയമുണ്ട് അതുപോലെ വീണ്ടും മഴയാകുമോ എന്നൊക്കെ. എന്നാലും ഇപ്പോഴത്തെ ഈ ഒരു സമയം നമ്മളങ്ങ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെയാണല്ലോ ജീവിതം. വരുന്നിടത്ത് വെച്ച് കാണാം. അതുവരെ നമ്മൾ എന്തിനാ അത് ഓർത്ത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇതുപോലെ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇതുപോലത്തെ ഈ ഒരു സോളാറിൻ്റെ ലൈറ്റുകൾ ഞാൻ ഇഷ്ടം പോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. വെയിലുള്ള സമയത്ത് ഞാനിത് നേരെ മുറ്റത്ത് കൊണ്ടുവെക്കും. എല്ലാം സോളാറും കൊണ്ട് തന്നെ ചാർജ് ചെയ്തിരുന്നുള്ളൂ. വൈകുന്നേരങ്ങളിൽ ഞാനിങ്ങനെ ഈ വരാന്തകളിലൊക്കെ വീട്ടിൽ ചുറ്റും ഞാനിങ്ങനത്തെ തൂക്കിയിടും. അപ്പം രാത്രി പട്ടിക്കുഞ്ഞുങ്ങൾക്കും ബാക്കി എല്ലാ ജീവികൾക്കും പേടിക്കാതെ വെട്ടമൊക്കെ കണ്ടിരിക്കാൻ, വല്ല പാമ്പൊക്കെ കയറി വരാതിരിക്കാൻ അവർ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ്. നമുക്കും പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങനെ ശുഭജി ഈ സമയങ്ങളിലൊക്കെ ഇവിടെയുണ്ട്. ആരോ ചോദിച്ചിരുന്നു. അവൻ BCA തേർഡ് ഇയർ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. അടുത്ത ഒരു കോഴ്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചേട്ടൻ ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ തന്നെയുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ആദ്യം മുറിച്ച് കൊണ്ടുവന്നു. എല്ലാം ഞാൻ നന്നാക്കി കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് പുറത്ത് തന്നെ നമുക്ക് കഴുകാനുള്ളൊരു സെറ്റപ്പുണ്ട്. ഞാനത് കാണിച്ചു തരാം അടുത്തൊരു വീഡിയോയിൽ. അവിടെ നിന്ന് തന്നെ കഴുകി ബാക്കി വെജിറ്റബിളിൻ്റെ തൊലിയെല്ലാം കോഴിക്കൂട്ടിലേക്ക് കൊണ്ടിട്ടിട്ട് അങ്ങനെ വരും. ആ ഭാഗത്തിരുന്ന് അരിയെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പ്രകൃതിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാമല്ലോ. അപ്പം ഇതുപോലെ ഭരണികളിലാക്കിയിട്ട് ചില്ലിൻ്റെ വെസലുകളിലാക്കിയിട്ട് ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ലേബൽ എഴുതി വെക്കും. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. ഇങ്ങനത്തെ ലേബലും അങ്ങനത്തെ പെന്നും മാഞ്ഞു പോകാത്ത. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ് തന്നെ ഇട്ടു. ഈ പരിപ്പൊടിയുടെ പരിപ്പിട്ടാലും നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക. ഇത് രണ്ടും ഇട്ടിട്ട് ഞാനൊരു പ്രത്യേക രീതിയിലാണ് കുക്ക് ചെയ്യണേ. എനിക്ക് എൻ്റേതായ ഒരു രീതിയുണ്ട് എല്ലാത്തിനും കേട്ടോ. ശാസ്ത്രീയമായിട്ട് യൂട്യൂബിൽ കാണുന്ന ഒത്തിരി കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരെ പോലെ അല്ല ഞാൻ എൻ്റെ ഒരു ഫുഡും തയ്യാറാക്കുന്നത്. എനിക്ക് എൻ്റേതായ ഒരു കുക്കിംഗ് തിയറി ഉണ്ട്. അതനുസരിച്ച് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന രീതികൾ അങ്ങനെയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഞാൻ കാണിച്ചു തരാം മുന്നോട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാം. നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങ് ടേസ്റ്റി ആയിട്ട് അങ്ങ് വെച്ചാൽ മതി. വളരെ ഈസി ആയിരിക്കും സംഭവങ്ങളൊക്കെ. അങ്ങനെ ഇതാണ് നമ്മുടെ മന്തി റൈസിലിടാനുള്ള ഫ്രൂട്ട്സുകൾ. അപ്പോൾ അതാ ഒരു 2 വിസിലേ പാടുള്ളൂ. 2 വിസിൽ വരുമ്പോഴത്തേക്ക് കറക്റ്റ് വെന്തിരിക്കും. ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ചേക്കണതാണ്. അത് കുറച്ച് പുറത്തോട്ട് എടുത്ത് വെക്കുക, അതിടുക. ഒത്തിരി വറ്റൽമുളക് ഇടും. അത് കഴുകി ഉണങ്ങി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ വെണ്ടയ്ക്ക എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. പിന്നെ ഇഷ്ടം പോലെ കറിവേപ്പില ചേർക്കും. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ചെറിയുള്ളി ആണെങ്കിലും ഇട്ടാൽ മതി. ഈ ഒരു സമയത്ത് ചെറിയുള്ളി കൂടി വേണമെങ്കിൽ ഇടാം കേട്ടോ. സവാളയൊക്കെ നമ്മൾ പച്ചക്കറിയുടെ കൂടെ തന്നെ വേവിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം ഒരു പണിയുടെ കൂടെ തന്നെ ഞാൻ ബാക്കി എല്ലാ ജോലികളും ചെയ്യും കേട്ടോ. ഇതാ ഗരം മസാല, ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചിട്ടിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബാക്കിയുള്ള ഞാൻ പറയാം. ഇതും കൂടി കാണട്ടെ. ഇതിൻ്റെ കൂടെ നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്നത് നമ്മുടെ സാമ്പാർ പൊടി ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ നമ്മുടെ കായം, അതുപോലെ ഉലുവാപ്പൊടി, കുറച്ച് ചുവന്ന മുളക് പൊടി. ഇത് തീ ഓഫ് ആക്കാം കേട്ടോ. ഇപ്പം തന്നെ അങ്ങനെ വറുത്ത് നശിപ്പിച്ച് കളയേണ്ട. ആ ഒരു ചീനിച്ചട്ടിയുടെ ചൂട് മാത്രം മതി. അതിലേക്ക് ഇടുക. അതിന് മുമ്പ് ഞാനതിൽ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു, വാളം പുളി. അപ്പോൾ അതിലേക്ക് ഇതും കൂടി ഒന്ന് മൂപ്പിച്ചിടുക എന്നുള്ളതേ ഉള്ളൂ. തീ ഓഫാക്കി ഞാൻ ഓൾറെഡി കേട്ടോ. അത് ഇടുമ്പോൾ തന്നെ ഓഫാക്കും. മസാലകൾ ഇടുമ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു. എന്നിട്ട് ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്നുകൂടെ തിള വന്നു കഴിഞ്ഞാൽ സൂപ്പർ സാമ്പാർ റെഡി ആയിരിക്കും. അപ്പോൾ എന്ത് എളുപ്പത്തിൽ ഒന്നിച്ച് തന്നെ പരിപ്പും ബാക്കി വെജിറ്റബിളും വേവിച്ചു 2 വിസിൽ. അതിലേക്ക് ഉപ്പ് മഞ്ഞൾ മാത്രം ഇട്ട് വേവിച്ചു. ബാക്കി മസാലയെല്ലാം കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിലിട്ട് ടപ്പെന്ന് നമ്മുടെ സാമ്പാർ റെഡിയാകും. നല്ല അതീവ ടേസ്റ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാമ്പാറാണ്. പുളിവെള്ളം ഒഴിക്കുമല്ലോ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കല്ലത് ഓരോന്നോരോന്ന് വഴറ്റി തിരിച്ചു മറിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് ഏലക്കായ, പെരുംജീരകം, പിന്നെ ഈ വഴനയില, ഒരു ചെറിയ കറുവപ്പട്ട, ഇത്രയും കൂടി ഇതിനകത്തേക്ക് ഇട്ടു. ഗ്രാമ്പൂവും കൂടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തു. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. നമുക്ക് ഇത് ബിരിയാണിയുടെ അതേ വലുപ്പത്തിലുണ്ടാക്കിയേക്കണ ബീഫാണ്. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഒഴുകും. ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് ഞാൻ നെയ്യാണ്.
ഒരു നല്ല കുറച്ച് വലുപ്പത്തിൽ തന്നെ ആ നെയ്യും കൂടി ഇട്ടു നേരെ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു 6 വിസിൽ കേൾക്കണം കേട്ടോ. അപ്പം ഞാനിനി ബാക്കിയുള്ള മന്തി റൈസിൻ്റെ സ്റ്റെപ്പുകൾ കാണിച്ചു തരാം. ഈ മന്തി റൈസ് എടുത്തു, ഇതിന് 4 ഗ്ലാസ് ഉണ്ട്. അപ്പം തേങ്ങ ഒരു 3/4 തേങ്ങയോളം ഉണ്ട്. അത് ഒന്ന് പിന്നെ ചതച്ച പോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തു. എന്നിട്ട് അതിൽ പാല് മുഴുവനും കൂടി നമ്മളിങ്ങനെ 1 പാല് പോലെ അത് മതി, ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ ആ വെള്ളം ഇളക്കുക. അപ്പം 4 ഗ്ലാസ് അരി എടുത്താൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ച് നമ്മൾ വെള്ളം ചേർക്കണം. അപ്പോൾ എത്രയായി 6 ഗ്ലാസ്. പിന്നെ ഒരു തേങ്ങാപ്പാലും കൂടിയിട്ടാണ് ഈ 6 ഗ്ലാസ് ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യിട്ടു, ജീരകം നല്ല ജീരകം ഇട്ടു, തൈര് 3 ടേബിൾ സ്പൂൺ ഇട്ടു, പിന്നെ കുറച്ച് ഏലക്കായ ഇട്ടു, ഉപ്പിടണം. ഇത്രയും സംഗതികൾ കൂടി. അപ്പോൾ തേങ്ങാപ്പാലുണ്ട്, തൈരുണ്ട്, നെയ്യുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ട് 50 മിനിറ്റാണ് നമുക്കിത് വേവിക്കാൻ. അലാം വെക്കണം. അത് 40 മിനിറ്റ് 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ മീഡിയം തീയിലേക്ക് വെക്കണം. അങ്ങനെ ടോട്ടൽ 50 മിനിറ്റ്. അങ്ങനെ ഇനി നമുക്ക് നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സംഗതികളാണ് ഈ റൈസിലേക്ക് വേണ്ടിയിട്ട്. അത് നെയ്യിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. നട്ട്സ് എല്ലാം കഴുകണം കേട്ടോ. ഷൂ ഒച്ചയൊക്കെ കേൾക്കും, എന്നാലും നമ്മൾ കഴുകിയിട്ട് ഇടാവുള്ളൂ കേട്ടോ. അതുപോലെ മുന്തിരിയും കഴുകിയിട്ട് ഇടാവുള്ളൂ. ഈ നട്ട്സൊക്കെ സൂക്ഷിക്കാൻ അവരെന്തോ ഒരു സാധനം ബെൻസിൽ സോഡിയോ അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ മുകളിൽ ഇട്ടേക്കും. അത് നമുക്ക് ഉള്ളിൽ പോകുന്നിട്ട് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് കഴുകിയെടുക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് നന്നിട്ട് കരിഞ്ഞു പോകാനേ പാടില്ല കേട്ടോ. കരിഞ്ഞു പോയാൽ ഭയങ്കര ഡിസ്റ്റേസ്റ്റ് ആയിരിക്കും. നമ്മൾ കൂടെ നിന്ന് തന്നെ വറുത്ത് പോരുക. അതുപോലെ തന്നെ മുന്തിരി കഴുകിയിട്ട് മാത്രം ഉണക്കമുന്തിരി ഇടുക. മുന്തിരി ഞാൻ ധാരാളം ഇടും കേട്ടോ. നട്ട്സ് വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നന്നായിട്ട് ഇടും കേട്ടോ. അത് അങ്ങനെ അതിന് മുന്തിരിയും കൂടി കഴുകിയതിട്ടു. അതും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഇതൊന്നും കരിഞ്ഞു പോരുത്. കരിഞ്ഞാൽ ഭയങ്കര രുചിയാകും. അവിടെ നമ്മൾ കൂടെ നിന്ന് തന്നെ എടുക്കുക. ഇതും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെളിച്ചെണ്ണ ഇനി ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് നമുക്കിനി അടുത്തത് നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഫ്രൈ ചെയ്യാനെടുക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതങ്ങിടുക. പിന്നെ സവാള ഇച്ചിരി ചെറുതായിട്ട് അരിയായിരുന്നു. ഞാൻ അരിഞ്ഞപ്പോൾ ഇച്ചിരി വലുതായി. ചോപ്പറിലിട്ട് ശരിക്കും ചോപ്പ് ചെയ്തെടുക്കുക വേണ്ടേ. അത് മടി വിചാരിച്ച് ഞാൻ കൈ കൊണ്ട് അരിഞ്ഞു. അത് ഇച്ചിരി കടാമുടാന്നായി. ഇച്ചിരി ചെറുതാക്കി അരിഞ്ഞാൽ മതി. അതാണ് ഇറച്ചിക്ക് നല്ലത്, നന്നായിട്ട് അതിൽ അയലത്ത് ചേരാനും. ഇത് മല്ലിയിലയും പുതിന ചപ്പും അത് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി, ഇപ്പോൾ ചേർക്കണ്ട. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് അങ്ങ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ ഇനിയും. പക്ഷെ ഞാൻ നേരത്തെ ചേർത്താണല്ലോ, അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, തക്കാളിയും കൂടി ഇടുക. 1-2 തക്കാളി ഇടാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ബീഫിനാണെങ്കിലും ചിക്കനാണെങ്കിലും കുരുമുളക് മസ്റ്റാണ്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മയത്തിൽ അത് വെന്ത് കിട്ടണം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള മസാലകൾ. ഓൾറെഡി മസാല എല്ലാം ചേർത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീഫാണ്. 6 വിസിൽ വെന്തതാണ്. അത് അതിനകത്തേക്ക് ഒഴിച്ചു. അതിനുശേഷം മല്ലിയും പുതിന ചപ്പും കൂടി ഇട്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ്. കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് കുറുകി അതിനകത്ത് തന്നെ ഇരുന്നൊന്ന് വേവണം. അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ബാക്കിയുള്ള ഫ്രൂട്ടുകൾ, ആപ്പിളുണ്ട്, പൈനാപ്പിളുണ്ട്, പിന്നെ നമ്മുടെ മൊസമ്പിയുണ്ട്. അതൊക്കെ എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അത് ഓരോന്നോരോന്നായിട്ട് അത് വഴറ്റിയെടുക്കാന്ന് പറയുമ്പോൾ ക്യാരറ്റും അതുപോലെ പൈനാപ്പിൾ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. മൊസമ്പിയൊക്കെ ലാസ്റ്റ് ചേർത്താൽ മതി. അത് വഴറ്റിയൊന്നും വേണ്ട, ഡയറക്റ്റ് ചേർക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് വേണോ അതൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അപ്പം അതും നമ്മൾ ഇതിൽ തന്നെ നെയ്യിൽ തന്നെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ക്യാരറ്റും ഇത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മാക്സിമം മതി കേട്ടോ വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് 50 മിനിറ്റായി നമ്മുടെ റൈസ് കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ടാവും. 10 മിനിറ്റ് നല്ല തീയ്, 40 മിനിറ്റ് സ്ലിം തീയ്. അപ്പം ആ രീതിക്ക് കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ടാവും. മന്തി റൈസ് ആയതുകൊണ്ട് കുഴഞ്ഞു പോകത്തില്ല. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ലാസ്റ്റത്തെ ഫ്രൂട്ട് ആപ്പിളും അതുപോലെ മൊസമ്പിയും കൂടി മാതള നാരങ്ങയും കൂടി ഇടുക. ഒത്തിരി നല്ലതാണ് മാതള നാരങ്ങ കേട്ടോ. അതിനൊന്നും അധികം വിഷം ചേർക്കത്തില്ലാത്ത. ആപ്പിളൊക്കെ വിഷം ചേർത്ത് തന്നെ ഇവരെന്തായാലും ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, കുറച്ചെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന നമുക്ക് എനിക്ക് തോന്നുന്നു ഓറഞ്ചും അതുപോലെ ഈ മൊസമ്പിയും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഒരു രക്ഷയില്ല മക്കൾ, ഒരു രക്ഷയില്ല. നമ്മൾ വെറുതെ തിന്നാൽ മതി, അത്രയും ടേസ്റ്റാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് വെറുതെ പോലും കഴിക്കാൻ പറ്റും. അത്രയും ഫ്രൂട്ട്സും അതുപോലെ നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് നമ്മുടെ മന്തി റൈസാണ്. എന്നാൽ ഭയങ്കര. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കി. കിച്ചണെല്ലാം ഞാൻ തുടച്ച് അടിച്ച് വൃത്തിയാക്കി, സ്റ്റൗ ഒക്കെ ക്ലീനാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നാളത്തേനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. നാളത്തേന് നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡെല്ലാം കുക്ക് ചെയ്ത് വെച്ചു. അങ്ങനെയാണ്. പിന്നെ ഫിഷ് കറി ഇന്നലെ വെച്ചതുകൊണ്ട്, കറിയല്ല ഫിഷ് ബോയിൽ ചെയ്തേക്കുന്നത്, അതും കൂടി കൊടുത്താൽ മതി. നാളെ നമുക്ക് 2 ദിവസത്തേനൊക്കെ ഉള്ള ഒന്ന് ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ നല്ല റൈസ്. അതുകൊണ്ട് സാലഡിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ തരം ഫ്രൂട്ട്സും ഇട്ടേക്കുന്നതുകൊണ്ട് സാലഡിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. വെറുതെ നമ്മൾ വരുത്തുന്നതുകൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റാണ്. ഇങ്ങനെ നെയ്യിലും ഇതിലും എല്ലാം കൂടി ഫ്രൂട്ട്സും എല്ലാം കൂടി അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ. പിന്നെ നമ്മുടെ കറി
മനോഹരമായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒന്നാമത് ഇതിൽ നെയ്യ് ഇടുന്നുണ്ട്, പിന്നെ നമ്മൾ പുതിന മല്ലിച്ചപ്പ് അങ്ങനത്തെ, പിന്നെ ബിരിയാണീൻ്റെ ആ ഒരു എല്ലാ സാധനങ്ങളും സ്പൈസസും ഇടുന്നതുകൊണ്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണല്ലോ നമ്മൾ ബിരിയാണി കഷ്ണമായിട്ടാണല്ലോ ചെയ്തേക്കുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ് അതും ഉള്ളത്. അപ്പം അങ്ങനെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അവന് ഞാൻ തക്കാളി സോസും കൂടി കൊടുക്കും. അല്ലാതെ ഞാൻ വേറെ സാലഡോ അല്ലെങ്കിൽ മയണൈസോ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കില്ല. മയണൈസ് ഭയങ്കര ഒന്നാമത് ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല, വളരെ അപൂർവ്വമേ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി തക്കാളി സോസ് കൊടുക്കും, അത്രയേ ഉള്ളൂ, അത് മതി അവന്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി അപ്പം കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ്. ചൂടുവെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പം മച്ചുമച്ച് കൂടി വന്നു കഴിയുമ്പം നമുക്ക് കഴിക്കണം. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം, അച്ചുമച്ചിനും കൊടുക്കണം. എന്നിട്ട് എനിക്ക് കുറേ റിപ്ലൈ കൊടുക്കാനുണ്ട്, ഒത്തിരി മെസ്സേജ്. കുറച്ച് സിക്ക് ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ 3-4 ദിവസം മുമ്പ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച മുമ്പ്. അപ്പോൾ അതിൻ്റെ ആയിരിക്കും കുറച്ചൊരു അലർജി പോലെ, ഒരു വീസിങ് പോലെയൊക്കെ, ഒരു ചെറിയ ശ്വാസം മുട്ട് പോലെയൊക്കെ. മാസ്ക് വെക്കാതെയാണ് പെയിൻറ്റ് നിന്നടിച്ചത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ പോയി മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. പനിയല്ല, പക്ഷെ ഭയങ്കര ഒരു വായ്ക്കൊക്കെ ഒരു കയ്പ് പോലെ. ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ മേ ബി രാത്രിയൊക്കെ ചെറുതായിട്ട് പനിക്കുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ടാബ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്താൽ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കൂടി ഉണ്ടായിരുന്നു. ഇന്നലെയാണ് പോയി മരുന്ന് മേടിച്ചത്. അങ്ങനെ അപ്പോൾ സ്റ്റീമൊക്കെ എടുക്കുന്നുണ്ട്, മരുന്നൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ. എന്നിട്ട് പക്ഷെ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കുക്കിംഗ് തീരും. ഇത് പക്ഷെ അങ്ങനെയല്ല, ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ പല കുറേ സമയം അങ്ങനെ പോകും. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ടയേർഡാകും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ പണികളെല്ലാം തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെയും കുറേ പണികളുണ്ടല്ലോ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞു. ഇനി നേരെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് റിപ്ലൈ കൊടുക്കാണ്ട് കുറേ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്, അത് നോക്കണം. നാളത്തേന് അയക്കാനുള്ളതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി അച്ചുമച്ചിന് സെൻഡാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ കുറേ ജോലികളുണ്ട്. മറ്റൊരു കുട്ടി സെൻഡാക്കിയ ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു, പക്ഷേ അത് വോയിസ് മെസ്സേജ് ഇവിടെ കേൾപ്പിക്കേണ്ടതെന്ന് ഞാൻ ഓർത്തു. അതിലെ കാര്യങ്ങളെല്ലാം ഞാൻ എന്താണെന്നുള്ളത് പറയാം. ഒത്തിരി വിഷമിച്ച് സങ്കടപ്പെട്ട് ഒരു കൊച്ച് മെസ്സേജ് വിട്ടേക്കുന്നതാണ്. അവളുടെ ഭർത്താവ് അവളെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് നല്ല വിഷമം തോന്നിയിട്ടോ. നമ്മൾ മനുഷ്യർ എന്തോ ഒരു വിധത്തിലൊക്കെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ദുഃഖം അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല ഒരു പരിധി വരെ. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, നമ്മൾ എന്താണോ അതനുസരിച്ച് അങ്ങ് ജീവിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം എല്ലാവരെ പോലെ തന്നെ എന്താ പറയുക, അതുപോലെ ഇപ്പം ഐശ്വര്യ റായ് ലുക്കോ അല്ലെങ്കിൽ അതുപോലെ നിറമോ അല്ലെങ്കിൽ അതുപോലെ ഭംഗിയോ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ ഹെൽത്ത് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സങ്കടപ്പെടാനുള്ള കാര്യങ്ങളുണ്ടാകും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ഉദാഹരണം തന്നെ പറയാം. എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതൽ ഒരു 6-7 വയസ്സ് മുതൽ എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉള്ളതാണ്. എന്തുമാത്രം ഞാനതിൽ അനുഭവിക്കുന്നതെന്നറിയോ? അതുമാത്രമല്ല, എന്തോരം എൻ്റെ പ്രായത്തിൽ എനിക്ക് വരാത്ത വിധത്തിലുള്ള വലിയ സിക്കുകൾ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഓരോ സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ എന്തൊരു ആരോഗ്യത്തോടെ ഓരോരുത്തർ നടക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളും അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മാത്രം ആലോചിക്കാം. ഇപ്പം ഈ ഒരു ലേഡിയോടാണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുത്തത് അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ പ്രശ്നമുള്ള ഒത്തിരി പേരുണ്ടാകും. ഭയങ്കര ക്ഷീണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു 45 വയസ്സ് അല്ലെങ്കിൽ ഒരു 42-43 വയസ്സ് മുതൽ നമ്മൾ ഒരു മെനോപോസിൻ്റെ, അതായത് ആർത്തവവിരാമത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യപ്പെടും. ആകത്തില്ല, നമുക്ക് ചിലപ്പോൾ നമുക്ക് 40 വയസ്സ് 55 വയസ്സ് വരെയൊക്കെ ആകും മെനോപോസ് ആണെങ്കിൽ. എങ്കിൽ പോലും നമുക്കൊരു 42-43 വയസ്സൊക്കെ ആകുമ്പോൾ മുതലേ അതിലേക്കുള്ളൊരു സ്റ്റാർട്ടിങ് നമ്മുടെ ബോഡിയിൽ അതിനുള്ള ചേഞ്ചസ് വന്നു തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും തലവേദന, ഒരു നെഞ്ചുവേദന പോലെ എല്ലാം അങ്ങനെയൊന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. അല്ല, ഞാൻ പൊതുവെ പറയാം. അല്ലെങ്കിൽ കുറച്ച് ഒരു മൂഡ് സ്വിങ്സ്, ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകൾ, ശാരീരിക ക്ഷീണം, അങ്ങനെ പല കാര്യങ്ങൾ പതുക്കെ കണ്ടു തുടങ്ങും. പിന്നെ മെനോപോസിൻ്റെ നിയറൊക്കെ ആകുമ്പോഴത്തേക്കും ഈ സൈൻസും സിംറ്റംസും ഒക്കെ കൂടാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് നമുക്ക് ബോഡിക്കൊക്കെ ഭയങ്കര ഹീറ്റ് ഫീല്, എപ്പോഴും ഹോട്ട് ഫ്ലഷ് എന്നതിനൊക്കെ പറയണം. അങ്ങനെയൊക്കെ ഇത് ഭയങ്കര ക്ഷീണം, ടയേർഡ്, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഈ പഠനങ്ങളും എല്ലാവരുടെ എക്സ്പീരിയൻസിലും ഒക്കെ പറയണം, മെനോപോസ് ആയിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കുറയുന്നതായിട്ട് സഡൻലി തോന്നുമെന്നാണ് പറയുന്നത്. അതുവരെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ, പിന്നെ നമുക്ക് ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരിക, ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം ഈ ലേഡിയെ സംബന്ധിച്ചാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്.
എനിക്കൊണ്ട് അവർക്ക് നല്ല സ്ട്രെസ്സും ടെൻഷനും ഉണ്ട് ഒരു വശത്തോടെ. നമ്മൾ ഓവർ സ്ട്രെസ്സും ടെൻഷനും അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് അനാവശ്യമായിട്ട് കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ തന്നെ നമ്മുടെ ഓരോ സെല്ലും വീങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇൻഫ്ലമേഷൻ പോലെയായിട്ട് ഫുൾ ബോഡി പെയിൻ ആയിരിക്കും. പിന്നെ നമുക്ക് ഭയങ്കര ഈ എന്താ പറയുക, ഓവർ സ്ട്രെസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പാർട്ടിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകും. അപ്പം അത് തന്നെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മളതിനെ മാറ്റി അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ മാറ്റി കൊണ്ടുവരിക. അതാ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണത്തിൽ കുറേയൊക്കെ ചേഞ്ചസ് വരുത്തുക. ഈ മരുന്ന് കഴിച്ചിട്ട് തടി വെക്കുന്ന എനിക്ക് മനസ്സിലായില്ല ഈ പുള്ളിക്കാരി എന്താ പറയുന്നത്. മരുന്ന് കഴിക്കുന്ന കാലത്ത് എനിക്ക് തടി വെക്കും, അത് കഴിയുമ്പോൾ കുറേ അങ്ങനെ മരുന്ന് കൊടുക്കുമോ? ഏതെങ്കിലും ഡോക്ടർമാരങ്ങനെ തടി വെക്കാൻ വേണ്ടി അങ്ങനെ തടി വെക്കണമെങ്കിൽ വല്ല ഹോർമോൺ മരുന്നുകളോ ആയിരിക്കണമല്ലോ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമോ? എനിക്കറിയത്തില്ല. അങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ മരുന്ന് കഴിച്ച് തടി വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തടി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഭക്ഷണം കഴിച്ച് തന്നെയാണ് നമ്മൾ തടി വെക്കേണ്ടത്. ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടുക, എന്നുവെച്ചാൽ ഓവർ കൂട്ടാനും പാടില്ല. അങ്ങനെ ഓവർ കൂട്ടിയ കാർബോഹൈഡ്രേറ്റും ഇതൊക്കെ കൂടിയ കൊളസ്ട്രോൾ കൂടുതലായി, ഷുഗർ കൂടുതലായി, അങ്ങനെ പ്രശ്നങ്ങൾ വരും. എന്നാലും കുറച്ച് ഏത്തപ്പഴമൊക്കെ കഴിക്കുക, കുറച്ച് ഈന്തപ്പഴമൊക്കെ കഴിക്കുക. ഡെയിലി ഒത്തിരി അല്ല, ഒരു ദിവസം അങ്ങനെ 2 ഏത്തപ്പഴമൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ കഴിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ കുറച്ച് കൂടുതൽ അളവിൽ ബട്ടറോ ഗീ അങ്ങനെയൊക്കെ കുറച്ച് ചേർക്കുക, ആ ഒരു രീതിയിലേക്ക്. പക്ഷേ അതിൻ്റെ കൂടെ സമീകൃത ആഹാരം എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ള മില്ലറ്റ്സും വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യണം. സാലഡൊക്കെ ഒത്തിരി കഴിക്കുക, ആ രീതിയിലും കൂടി നോക്കണം. പക്ഷെ തടി വെക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും കൂടി കഴിക്കുക. ഈ തേൻ കഴിച്ച തടി വെക്കും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല തേൻ കഴിച്ച തടി വെക്കും. കുറച്ച് ആരോഗ്യം കൂടും, ഇമ്മ്യൂണിറ്റി കൂടും, ഓവർ വേണ്ടാത്ത ഫാറ്റുകൾ കുറച്ച് കുറയും. ഏത് തേനാണെങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവൻ മില്ലറ്റ്സും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും, ആരോഗ്യം കൂടും, പക്ഷെ നമ്മുടെ പിത്തത്തടിയൊക്കെ കുറയും. ആ ഒരു രീതിയാണ് മില്ലറ്റ്സിലാണെങ്കിലും. പിന്നെ നമുക്ക് ഈ ആശാളിയരി, കരിഞ്ചീരകം അങ്ങനത്തെ ഒക്കെ നമുക്ക് കുറച്ച് വറുത്ത് വെച്ചിട്ട് അത് നമുക്ക് കഴിക്കാം. അങ്ങനെ പല സംഗതികളാകുമ്പോൾ നമ്മുടെ ഓവറോൾ ഹെൽത്ത് നന്നാവും ആദ്യം തന്നെ. ഈ പുള്ളിക്കാരെ സംബന്ധിച്ച് ഓവർ തടി വെച്ചിട്ട് എന്താ കാര്യം, ഹെൽത്ത് ഇല്ലാതെ. അപ്പം ആദ്യം നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കണം, ഇമ്മ്യൂണിറ്റി ഓക്കെ ആക്കണം. പിന്നെ നമ്മുടെ ബോഡി മുഴുവൻ പെയിൻ, അങ്ങനത്തെ ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് ഒത്തിരി ഫ്രണ്ട് ഇല്ല, ബാക്ക് ഇല്ല, അങ്ങനെ അപ്പം എനിക്ക് ഭയങ്കര കോംപ്ലക്സ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ശരിയാ. ചിലപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നും നമുക്ക്, മറ്റുള്ളവരെയൊക്കെ കാണുമ്പം അയ്യോ എനിക്കും അങ്ങനെ വേണം. അങ്ങനെ നമുക്കിപ്പോൾ കുഞ്ഞു സംഗതിയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. മുടി വേണം, നിറം വേണം, അല്ലെങ്കിൽ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെയൊക്കെ പല ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ആഗ്രഹങ്ങൾ. ശരിയാണ്. പക്ഷേ എന്ന് വെച്ച് നമുക്കില്ല ഇപ്പം ഉള്ളതിൽ ഇപ്പം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറവ്. അതിൻ്റെ പേരിൽ നമ്മളൊന്ന് വിഷമിക്കാൻ തുടങ്ങി അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് തോന്നും മറ്റുള്ളവരെല്ലാം നമ്മളെ നോക്കി ചിരിക്കുന്നു, കളിയാക്കുന്നു, നമുക്ക് അത് നമ്മുടെ തോന്നലാവാനാണ് അധികവും സാധ്യത. അങ്ങനെ ആരും തന്നെ ഒരാളെ നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ അയ്യോ നിനക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അയ്യോ നിനക്ക് ഫ്രണ്ടില്ലല്ലോ, ബാക്കില്ലല്ലോ, മുടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ മുടി നരച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കുറേ അസൂയയും കുറിച്ചുള്ളവരെ അയൽവക്കക്കാരും ഈ ബന്ധുക്കളും കുറേ ചിലപ്പോൾ ഇങ്ങനെ അയ്യോ നീ മെലിഞ്ഞു പോയല്ലോ, അയ്യോ നീ തടി വെച്ച് അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ ഇപ്പം ഒരു പരിചയമില്ലാത്ത നമ്മളെ കണ്ടിട്ട് ഒരാളങ്ങനെ നമ്മളെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പർപ്പസ്ഫുള്ളി പറയുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ അവർ സ്വന്തം പറയുമോ അല്ലെങ്കിൽ അവർ പരസ്പരം പറയുമോ, വേറെ ആരുടെയും പറയും, എന്ത് വേണേ പറഞ്ഞിട്ട് നമ്മളിതൊക്കെ എന്തിനാ ബാധിക്കുന്നത്? നമ്മളതൊന്നും ചോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടേതായ ഡെയിലി നമ്മൾ എന്തൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്തു തീർക്കാം. പിന്നെ നമുക്ക് ജീവിക്കാൻ പൈസ വേണം, പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, നേരായ മാർഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ അറിവ് നേടാൻ, അത് ഒത്തിരി കാര്യങ്ങൾ അറിവ് നേടുന്ന ഒത്തിരി നല്ലതാണ്. എല്ലാ കാര്യത്തെക്കുറിച്ച്, ഹെൽത്ത് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒത്തിരി മൊറാലിറ്റീനെ കുറിച്ച്, ഇങ്ങനെ സാമൂഹ്യമായ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ, പിന്നെ സമൂഹത്തിൽ നടക്കുന്ന കുറേ ഈ അനാചാരങ്ങളെ കുറിച്ചുള്ള അറിവുകളൊക്കെ നേടുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ അത്തരം തെറ്റുകളിലേക്ക് പോകാതെ പിന്നെ ഒത്തിരി ഇങ്ങനെ പൈസ നഷ്ടം വരുന്ന ഇങ്ങനെ ചിട്ടി കൂടുക, പണം ഇരട്ടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ ചേരാതിരിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയറായിട്ട് ഇരിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ അറിവുകളൊക്കെ നേടുക. മൊബൈൽ നോക്കുക, യൂട്യൂബ് നോക്കുക, നല്ല നല്ല വീഡിയോസൊക്കെ കാണുക. നല്ലത് ചീത്തയും ഒക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. നമുക്ക് ഇങ്ങനെയുണ്ട് ഒരു വശം എന്ന് മനസ്സിലാവുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കാണുക, കേൾക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി നമുക്ക് കുറച്ച് ഭക്ഷണം കുറച്ചൊക്കെ മാറ്റി ഉള്ള നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ആ ഒരു രീതിയിലൊക്കെ ചെയ്യുക. ഇപ്പോൾ ഒത്തിരി പൈസ ഉള്ളവർക്കാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കോസ്മെറ്റിക് സർജറിനെ കുറിച്ചൊക്കെ അത്രയ്ക്ക് വിഷമാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. ആക്ച്വലി അതിലേക്കൊക്കെ പോണത് അതിൻ്റെതായ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം, അത് വേറെ കാര്യം.
എന്നാൽ പോലും അങ്ങനെ പൈസയൊക്കെ ഉള്ളവർക്ക് ഒത്തിരി പൈസ കയ്യിലുണ്ട്, എന്നാൽ പിന്നെ എനിക്ക് ബ്യൂട്ടിപരമായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതൽ അങ്ങനെ വേണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു ഇല്ലാത്ത. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം തടി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ കുറച്ച് കൂടുതൽ കഴിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ എക്സസൈസ്, ഈവൻ എത്ര ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ നമ്മൾ എക്സസൈസ് നിർബന്ധമാണ്. അത് ഭയങ്കര വയലന്റ് ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ അങ്ങ് ഷേപ്പായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം എക്സസൈസ് ചെയ്യാനേ പാടില്ല. അത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. ഒരുപാട് മസിൽ ഇഞ്ചുറി നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ചെയ്തിട്ട് നിർത്തണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഒത്തിരി വയലന്റ് ആയിട്ട് ഇപ്പം അനങ്ങാതിരിക്കുക. കുറേ ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പൊ ഇനി ഞാൻ തുടങ്ങുമ്പോൾ പോലും പണ്ട് ഞാൻ കുറേ ചെയ്തോണ്ടിരുന്നല്ലേ എന്ന് ഓർത്ത് ഞാൻ വിഗറസ് ആയിട്ട് ഒത്തിരി എക്സസൈസ് ഒരു ദിവസം തന്നെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്റെ മസിൽ അപ്പൊ അങ്ങനെ നമ്മൾ വയലന്റ് ആയിട്ട് ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ദിവസം നമ്മുടെ മസിലെല്ലാം കുറച്ചൊരു ഇതാകുന്നുണ്ട്, ഒന്ന് മൂവ് ആവുമ്പോൾ. അങ്ങനെ മസിൽ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ മൂവ് ആവുമ്പോൾ തന്നെ ചില ഘടകങ്ങൾ, അത് സയൻസ്, അത് മുഴുവൻ ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഒരു വീഡിയോ ഇടാം. അപ്പോൾ പലതരം ഘടകങ്ങൾ ബ്ലഡിലേക്ക് കലരുന്നുണ്ട്. അതൊരു പരിധി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, ഹാർട്ടിനെയും ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ഭയങ്കര വയലന്റ് ആയിട്ട് ഒരു ദിവസം തന്നെ മണിക്കൂറുകളോളം കിടന്ന് എക്സസൈസ് ചെയ്യരുത്. വളരെ കുറച്ച് സമയം ചെയ്താൽ മതി. അങ്ങനെ സ്റ്റാർട്ടിങ് വളരെ കുറച്ച്, പിന്നെ കൂട്ടി കൊണ്ടുവന്ന് നമ്മളൊരു അരമണിക്കൂറൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യുക. അതിപ്പോൾ തടി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചെയ്യുന്നവരും എന്ത് ചെയ്താലും നമ്മൾ എക്സസൈസ് നിർബന്ധമാണ്. ആ ഒരു രീതിയിലൊക്കെ നോക്കുക. അങ്ങനെ കുറച്ച് തടിയൊക്കെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ശരി, ഞാനിനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് വരൂ, മെസ്സേജ് വിടും എനിക്ക്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ലൈക്ക് തരണം, കമൻറ്റ് ഇടണം, പിന്നെ ഷെയർ ചെയ്യണം. ഫ്രണ്ട്സ് അതുപോലെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരോട് നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയണം. എന്നിട്ട് പിന്നെ നമ്പറും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും എനിക്കൊരു ഹായ് വിടട്ടെ. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ നല്ല പ്രൊഡക്റ്റുകളൊക്കെ എത്തിച്ചേരട്ടെ. ഒത്തിരി സന്തോഷം നിങ്ങൾ നല്ല കമൻസ് ഒക്കെ തരുന്നതിൽ, അഭിപ്രായങ്ങൾ പറയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഇപ്പോൾ പറയാം കേട്ടോ.